എവിടെ പോണം? എവിടെ പോണം? എവിടെ പോണം? ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് ഔട്ടിംഗ് ബ്ലോഗാണേ. ഹാനിക്കെല്ലാം മനസ്സിലായി തുടങ്ങിയ ശേഷം അവൾ ഏറ്റവും കൂടുതൽ പോകണമെന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ലുലു ആണ്. ഇപ്പോൾ കുറേ നാളായി നമ്മളൊന്ന് ലുലുവിൽ പോയിട്ട്, അപ്പോൾ ഇന്ന് വിചാരിച്ചിന്ന് ലുലുവിലേക്ക് വിടാമെന്ന്. പറയാതെയാണ് ഇക്ക വന്നതും. പിന്നെ നമ്മൾ ലുലു പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഇക്ക പോവാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഹാനിക്കും കൂടെ പോകണം, ലുലു ലുലു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു എങ്കിൽ ലുലു പോയിട്ട് വരാമെന്ന്. അങ്ങനെ ഞാനും ഇക്കായും ഹാനി ഹയറൊക്കെ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സമയമെന്ന് പറയുന്നത് 4:30 മണിയായതേ ഉള്ളുവേ. വൈകിട്ട് ഔട്ടിങ്ങിന് പോകാനാണ് ഏറ്റവും സുഖമുള്ളത്. പിന്നെ ലുലുവിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം, രാവിലെയോ ഉച്ച അങ്ങനെയൊന്നും ഇല്ലല്ലോ, വെയിലൊന്നും കൊള്ളേണ്ടി വരില്ലല്ലോ. പക്ഷെ വൈകിട്ട് പോകുമ്പോൾ അതൊരു വൈബാണ്. തിരിച്ച് നൈറ്റ് വീട്ടിലെത്തുമ്പം അതൊരു വൈബാണ്. ഹാനി ആദ്യമേ തന്നെ വാപ്പാരോടെ കാറിൽ കയറിയിട്ടുണ്ടായിരുന്നേ. വാപ്പ ടാറ്റ കൊടുക്കാൻ പറയുന്നെങ്കിലും അവൾക്ക് എന്നെ കൊണ്ടുപോകാതെ പോകാനൊരു മടിയാണ്. എന്നോട് വാന്ന് വിളിക്കുന്നുണ്ട്. എനിക്ക് ടാറ്റയൊക്കെ തന്ന് ആദ്യമേ പോകുന്ന ആളാണ് ഇന്ന് എന്നെയും കൂടെ വരാൻ വിളിക്കുന്നത്. എന്ത് തോന്നിയെന്ന് അറിയില്ല. ഹൈറമ്മൊക്കെ എനിക്ക് ഇത്രയും ദിവസം വെച്ച് മനസ്സിലായത് അവൾക്ക് എവിടെയും പോകുന്ന അങ്ങനെ ഇഷ്ടമില്ല. എങ്ങനെയും വീട്ടിൽ സുഖമായിട്ട് ആരുടെയെങ്കിലും കയ്യിലിരുന്നൊന്ന് ഉറങ്ങിയാൽ മതി അവൾക്ക്. ഞാൻ അവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവളുടെ മനസ്സിൽ തോന്നുന്നത് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി എന്നാണ്. അങ്ങനെയാണ് അവളെ മുഖഭാഗത്തു നിന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാരാണ് വീഡിയോ എടുത്ത് തരണേന്ന്. ഇന്ന് എൻ്റെ അനിയത്തിയും കൂടെ ഉണ്ട് ലുലു പോകാനായിട്ട്. അവളാണ് നമുക്ക് ഈ വീഡിയോസൊക്കെ എടുത്ത് തന്നത്. ഹാനിയെ ഇക്കതാ ഹാനിയുടെ സീറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അവൾക്ക് ഇവിടെ ഇരിക്കുന്നതാണ് ഏറ്റവും കംഫർട്ടബിൾ. പുറത്തുള്ള റോഡും കാണാൻ പറ്റും. പിന്നെ വാപ്പാരെ ഉമ്മാരെ നടുക്കിരിക്കുന്നതുകൊണ്ട് ഒരു കംഫർട്ടബിളും അവൾക്കുണ്ട്. നമ്മളാരും പിടിക്കുക ഒന്നും ചെയ്യേണ്ട, അവൾ അവിടെ ഇരുന്നോളും. പിന്നെ കാറിലുള്ള പാട്ടൊക്കെ കേട്ട് അതിനകത്ത് ഡാൻസൊക്കെ കളിച്ച് അവൾ തന്നെ ഇരുന്ന് പാടുകയും ചെയ്യും. ഞാൻ ആദ്യം ഒന്ന് പിടിക്കാൻ നോക്കിയതാണ്. അപ്പോൾ അവൾക്ക് പിടിക്കണ്ടെന്ന് പറഞ്ഞ് അവൾ ഇരുന്നോളാണ്. ബേബി സീറ്റ് വാങ്ങിയിട്ട് ഇപ്പോൾ അതൊരു യൂസും ഇല്ലാത്തൊരവസ്ഥയാണ്. അവൾക്ക് ഇവിടെ ഇരിക്കുന്നതാണ് ഇഷ്ടം. ബേബി സീറ്റ് ഇരിക്കുമ്പോൾ അവളെന്തോ കെട്ടിയിട്ടിരിക്കുന്ന ഒരു ഫീലാണ് അവൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് അതിലൊട്ടും ഇരിക്കണ ഇഷ്ടമില്ല. ഇപ്പോൾ ഫ്രണ്ടിൽ ബേബി സീറ്റ് വെച്ചാലും അവൾക്ക് ഇഷ്ടമില്ല, ബാക്കിൽ വെച്ചാലും അവൾക്ക് ഇഷ്ടമില്ല. അവളെന്തോ പൂട്ടിക്കെട്ടിയിരിക്കുന്ന ഒരു ഫീലാണ് അവൾക്ക് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയത്തി ഹാനിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പുറകിലിരിക്കാൻ. പക്ഷെ അവൾ പറഞ്ഞ് ഞാൻ വരുന്നില്ല എന്ന്. അവൾക്ക് വാപ്പാൻ്റെ അടുത്തിരുന്ന അതുപോലൊരു സന്തോഷം വേറെ ഒന്നുമില്ല. എന്നിട്ട് എന്താ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട് കുഞ്ഞവിടെ ഉണ്ടോ എന്ന്. ചുമ്മാ കളിയാക്കും പോലെയാണ് അവൾ ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, മഴയൊക്കെ മാറി ഇതാ നല്ല വെയിലായിട്ടുണ്ടായിരുന്നേ. 5 മണിയാണെന്ന് പറയേയില്ല, ഉച്ച സമയമാണെന്ന് നമുക്ക് തോന്നും. അത്രയ്ക്കും നല്ല വെയിലുണ്ടായിരുന്നേ. നമ്മളിവിടെ നെടുമങ്ങാട് നിന്ന് സിറ്റിയിലോട്ട് പോണ റോഡൊക്കെ ഇവിടെ ഫ്ലൈ ഓവർ വരുന്നതുകൊണ്ട് ഫുൾ പണി നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നേരെ നമുക്ക് പെട്ടെന്ന് സിറ്റിയിലേക്ക് എത്താനും പറ്റില്ല. ഒരുപാട് ചുറ്റിക്കറങ്ങി പോവേണ്ടി വരും. അതെപ്പോഴും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. ഹാനിയത ഇവിടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പോസ് ചെയ്യുന്നുണ്ട്, വാപ്പായെ വിളിച്ച് കാണിക്കുന്നുണ്ട്. ഹൈറമോളും എന്താ പകുതി ഉറക്കത്തിലാണ്. അവൾക്കും കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ്. അവൾ നോക്കുമ്പോൾ ആകാശത്ത് മേഘങ്ങളെല്ലാം നീങ്ങിപ്പോകുന്നു, മരങ്ങളെല്ലാം നീങ്ങിപ്പോകുന്നു. അതൊക്കെ ചില സമയം അവളിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കാറുണ്ട്. ഹാനിക്കിതാ പകുതി ഉറക്കടിച്ചിട്ടുണ്ട്, വാപ്പാരെ തോളിലേക്ക് ചാഞ്ഞിട്ടുണ്ട്. പിന്നെ പുറകിലൊരാളുണ്ട്, നമ്മൾ മറന്നു പോകരുതല്ലോ. എൻ്റെ അനിയത്തിയാണ്. അവളെ കോളേജിൽ നിന്ന് വന്ന ഉടനെ നമ്മളിതാ കൊണ്ടുപോകുന്നതാണേ. പിന്നെ ഇടയ്ക്ക് എവിടെയോ നേരത്തെ നമ്മളൊന്ന് പെട്രോൾ അടിക്കാൻ കയറിയപ്പോൾ കുറച്ച് സമയം അവിടെ പോയി. അവർ വേറെ ആർക്കോ പെട്രോൾ അടിച്ചതിന് ശേഷമാണ് നമുക്ക് പെട്രോൾ അടിച്ച് തന്നത്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ലുലു വരെ പോകാൻ ഒരു 1 ഹവറെങ്കിലും വേണം. പിന്നെ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊന്നും ബുദ്ധിമുട്ടും. പിന്നെ ഇപ്പോൾ റോഡ് മോശമായി കിടക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ ലേറ്റാവും. അങ്ങനെ നമ്മളിതാ ലുലുവിൽ എത്തിയിട്ടുണ്ട്. ഇതാ ഈ ഒരു ബ്ലൂ കളർ ബ്രിഡ്ജ് ഉണ്ടല്ലോ, ഇതിൽ ഞാൻ കുറേ തവണ കയറണമെന്ന് ആഗ്രഹിച്ചതാണ്. പിന്നെ എപ്പോഴോ ഒരു തവണ മാത്രം ഞാനും ഉമ്മായി അനിയത്തിയും കൂടെ ഇതിൽ കയറിയായിരുന്നേ. വലിയ രസമൊന്നുമില്ല. പിന്നെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ കിട്ടും, അത് കാണാൻ നല്ല രസമാണ്. ആനി ഇടയ്ക്കൊന്ന് ഉറങ്ങി എണീറ്റപ്പോൾ അവിടെ ലുലുവിലെത്തി. അങ്ങനെ ലുലു ലുലു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പാർക്കിംഗ് സ്പേസിൽ കയറുമ്പോൾ എനിക്കൊരു നിഗൂഢതയാണ് ഫീൽ ചെയ്യുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ ഈ ഓഫറുള്ള ടൈമിലൊക്കെ വരണം. ഇവിടെ കാറിടാനൊന്നും ഒട്ടും സ്പേസ് കാണില്ല. ഇങ്ങനത്തെ ഫ്രീ ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ നേരം ഫ്രീ ആയിട്ട് ലുലുവിൽ നിൽക്കാനും പറ്റും, കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഞാനും ഇക്കായും ഹാനിയും കൂടെ ഒരിക്കൽ വന്നപ്പോൾ നമുക്ക് പുറത്ത് വരെ പാർക്ക് ചെയ്യേണ്ടിയുള്ള അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷേ ലുലുവിൽ വന്നാൽ പിന്നെ ലുലു കയറാതെ പോകാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ബേബി ഉള്ളതുകൊണ്ട് തന്നെ അവർക്കായിട്ട് സ്പെഷ്യലായിട്ട് നമുക്ക് പാർക്കിംഗ് കിട്ടേ. ഈ നമ്മൾ ലുലുവിൻ്റെ അകത്ത് എൻട്രൻസ് ഉള്ള അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് പാർക്കിംഗ് സെറ്റ് ചെയ്ത് തരും അവർ. അങ്ങനെ അവിടെയാണ് നമുക്ക് പാർക്കിംഗ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മളിതാ പാർക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട്.
എപ്പോൾ പാർക്കിംഗ് കഴിഞ്ഞാൽ ഇക്ക ചോദിക്കും കാർ എവിടെയാണ് ഇട്ടതെന്ന് ഓർമ്മയുണ്ടോയെന്ന്. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ നോക്കിയതേ ഇല്ല എവിടെയാണ് ഇട്ടതെന്ന്. ഇനി പുറത്തിറങ്ങുമ്പോഴായിരിക്കും ഇക്ക ചോദിക്കുന്നത് കാർ എവിടെയാണ് ഇട്ടതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോയെന്ന്. സത്യത്തിൽ എനിക്കിപ്പോൾ ഓർമ്മയൊന്നും ഇല്ല. ലുലുവിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ തന്നെ റോൾ ഓഫ് ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. നമ്മൾ ഇതിന് മുന്നേ ഒരിക്കൽ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന്. അപ്പോൾ ഇവിടെ ഇക്ക ചോദിച്ചു ഇവിടെ നിന്ന് എന്തെങ്കിലും വേണോ. ഞാൻ ആദ്യം വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇക്ക പറഞ്ഞു നമുക്ക് ഒരു വെറൈറ്റിയും കൂടെ ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ഞാനും ഇക്കായും തമ്മിലുള്ള ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം അത് ട്രൈ ചെയ്യാമെന്ന് തന്നെ നമ്മൾ തീരുമാനിച്ച്. മാരേജ് കഴിഞ്ഞ ടൈമിനാണ് നമ്മൾ ഫസ്റ്റ് ഇത് ട്രൈ ചെയ്തത്. പിന്നീട് എപ്പോഴും വരുമ്പോൾ ഇത് ശ്രദ്ധിക്കാറില്ലേ. ഇന്ന് എന്തോ ഭാഗ്യത്തിന് സ്പോട്ട് ചെയ്തു. അപ്പോൾ ഇക്ക പറഞ്ഞു ഇന്ന് ട്രൈ ചെയ്യാമെന്ന്. കുറേ ഫ്ലേവർ ഉണ്ടായിരുന്നു, ഏതെടുക്കണമെന്ന് ഡൗട്ടായിരുന്നു. നമ്മൾ ഗുലാബ് ജാമുനൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അവിടെ തീർന്നു പോയെന്ന്. പിന്നെ നമ്മൾ പറഞ്ഞ് കിറ്റ് കാറ്റ് റോൾ മതിയെന്ന്. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ ചെയ്യുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ നോക്കി നിന്ന് പോവും. കിറ്റ്കാറ്റും ഐസ്ക്രീമൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, ഇത് ചെയ്യുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ട്. 4 റോളായിട്ടാണ് അവരാക്കി തരുന്നത്. അങ്ങനെ ഇതെല്ലാം ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്കിത് കഴിക്കുന്ന സാധനമാണെന്ന് തോന്നൂല, കഴിക്കാനുള്ള ടെൻഡൻസിയും തോന്നൂലേ. അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ കിറ്റ്കാറ്റൊക്കെ വെച്ച് ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ച് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നേ. കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. അങ്ങനെ നമ്മൾ അതും വാങ്ങിക്കൊണ്ട് മുകളിലോട്ട് പോകുന്നുണ്ട്. ഞാൻ മുമ്പ് ഇവിടെ നിന്നാണ് അന്ന് കഴിച്ചത്. അപ്പോൾ ഞാൻ ഇക്കട പറഞ്ഞ് ഇവിടെ നിന്ന് കഴിക്കാൻ വന്നപ്പോൾ ഇക്ക പറഞ്ഞ് നമുക്ക് മുകളിൽ പോയി ഇരുന്ന് കഴിക്കാമെന്ന്. പിന്നെ അതുകൊണ്ട് നമ്മളിതാ മുകളിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ വാങ്ങിയ റോളും ക്യാമറയും എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് തന്നെ ഞാൻ എസ്കലേറ്ററിൽ കുറച്ച് താമസിച്ചാണ് കയറിയത്. അവരിതാ മുമ്പേ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ വന്ന് തന്നെ നമ്മളിതാ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മുമ്പ് നമ്മൾ വാങ്ങിയത് റെഡ് വെൽവെറ്റിൻ്റെതായിരുന്നു, പക്ഷേ ഇതായിരുന്നു സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ലുലുവിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലേവർ ട്രൈ ചെയ്ത് നോക്കണേ, എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞാനും ഹാനിയും കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഹാനിക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവളിതാ ഇതിൽ നിന്ന് എടുത്ത് കഴിക്കുന്നുണ്ട്. എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവൾക്ക്, എന്നാലും അവൾ എങ്ങനെയോ എടുത്ത് കഴിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചത് ഹൈറമോളെ കയ്യിൽ ഒരു മിറ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒന്നും ഇട്ട് കൊടുത്തത് കാണാനില്ല, എവിടെ പോയെന്നും അറിയില്ല. നമ്മൾ വരുന്ന വഴിയിലോ ഒന്നെങ്കിൽ കാറിലോ കാണുമെന്ന് വിചാരിച്ചു. പിന്നെ അവർ രണ്ടുപേരും കഴിക്കുന്ന ടൈം കൊണ്ട് തന്നെ ഞാനും ഇക്കയും കൂടെ ഇന്ന് സംസാരിക്കുന്നതാണ്. എനിക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നോട്ടീസ് ചെയ്ത് പറഞ്ഞു തരും. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാറുണ്ട്. അങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുണ്ടെങ്കിലും അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോട്ടീസ് ചെയ്യുന്ന ഒരാളാണ്. പിന്നീട് എനിക്ക് അറിഞ്ഞുകൂടെങ്കിൽ പോലും പല കാര്യങ്ങളും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വേറൊന്നും അല്ലേ, ലുലുവിൽ 2 ട്രീയെ പറ്റിയാണ് പറഞ്ഞു തരുന്നത്. ഒറിജിനൽ ട്രീയിലാണ് ഇതുപോലെ പെയിൻ്റൊക്കെ ചെയ്തിട്ട് പ്ലാസ്റ്റിക് ലീഫ് സെറ്റ് ചെയ്യുന്നത്. പക്ഷെ കാണാൻ നല്ല ഭംഗിയല്ലേ. എനിക്ക് ഗ്രീനേക്കാളും ഏറ്റവും കൂടുതൽ ഓറഞ്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. ഹാനിത അവിടെ ഇരുന്ന് കഴിക്കുന്നതേ ഉള്ളൂ. അവളിത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെ. ഇങ്ങനത്തെ എന്തെങ്കിലും സാധനം കിട്ടിയാൽ പിന്നെ നമ്മളെപ്പോലും മൈൻഡ് ചെയ്യാതെ അവളിരുന്ന് കഴിക്കേ. ഇപ്പോൾ ഇക്ക ഉണ്ടെന്നാ ഒന്നും നോക്കുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിതാ കുറച്ച് നടക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ നമ്മുടെ മെയിൻ പരിപാടി ചുമ്മാ ഇങ്ങനെ സംസാരിച്ച് നടക്കും. ഞാനും ഇക്കായും എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്തെങ്കിലും സാധനം വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും സാധിക്കൂലല്ലോ. എന്തെങ്കിലും സാധനം വാങ്ങിക്കാനുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ആ സാധനം വാങ്ങിയിട്ട് അങ്ങ് പോകില്ലേ. നമ്മൾ ചുമ്മാ ഒന്ന് ലുലുവിലിരുന്ന് നമുക്ക് കുറച്ച് സംസാരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിതുപോലെ ലുലുവിൽ വന്ന് സംസാരിക്കാറുണ്ട്. ഹാനിയും എവിടെ പോയി നമ്മൾ ഇരുന്നാലും ഇരിക്കാനൊന്നും സമ്മതിക്കില്ല. അവൾക്ക് ഇതുപോലെ എല്ലാ സ്ഥലവും ചുറ്റി കാണണം. അപ്പോൾ എപ്പോഴും പാപ്പായം വിളിച്ചുകൊണ്ട് അവൾ ഇങ്ങനെ നടക്കും. ലുലുവിൽ കയറിയ മുതൽ എൻ്റെ ഹൈറമോട് നല്ല ഉറക്കത്തിലാണ്. ഇതുവരെ അവൾ ഉണർന്നിട്ടില്ല. ഹൈറമോക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നടക്കുമ്പോൾ അവളെ വിചാരം അവളെ എടുത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ നടക്കുന്നുണ്ടാണ്. അത് അവൾ ആസ്വദിച്ച് അവൾ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. ഹൈറമോൾ ആദ്യമായിട്ടാണ് ലുലുവിൽ വരുന്നത്. ഹാനി എപ്പോഴും വരുമായിരുന്നു. പിന്നെ ഞാൻ ഹൈറമോളെ പ്രഗ്നൻ്റൊക്കെ ആയപ്പോഴാണ് നമ്മൾ കുറച്ച് ലാഗാക്കിയത് വരാനായിട്ട്. അതുകൊണ്ട് തന്നെ ഹാനിക്ക് ലുലുവിൽ വരാൻ വലിയ ഇഷ്ടമാണ്. ഞാനും ഇക്കായും മാരേജ് കഴിഞ്ഞ ടൈമിനാണ് ലുലുവിൻ്റെ ഇനാഗുറേഷനും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാരേജ് കഴിഞ്ഞിട്ട് ആദ്യം വന്നത് ലുലുവിലാണ്. പിന്നെ പോയത് കോവളത്താണ്. അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കുറേ ഫോട്ടോസൊക്കെ എൻ്റെ ഫോണിൽ നിന്ന് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു റീബൂട്ടായപ്പോൾ. പക്ഷേ ഈ ഫോട്ടോസൊന്നും ഞാൻ കളയാതെ വെച്ചിട്ടുണ്ടായിരുന്നു. എവിടെയെങ്കിലും നിന്ന് ഹൈറമോൾ ഉണരും. അതുകൊണ്ട് തന്നെ ഞാൻ ചുമ്മാ ഇങ്ങനെ ആട്ടി കൊടുക്കുന്നതുകൊണ്ട് എന്നെ കളിയാക്കുന്നുണ്ട്. ഹാനിത എല്ലാ സ്ഥലവും നോക്കി കാണുന്നുണ്ട് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. അവളിങ്ങനെ എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കും. വാപ്പാര അതേ ക്യാരക്ടറാണ് അവൾക്ക്. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ 50% എന്തോ ഓഫ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വലിയ തിരക്കും ഇല്ലായിരുന്നേ. എപ്പോഴും പറയും വീക്കെൻഡിലാണ് ലുലുവിൽ റഷ് ഉണ്ടാവുന്നതെന്ന്. ഇന്ന് നമ്മൾ വന്നപ്പോൾ മൺഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് വലിയ തിരക്കൊന്നും ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഓരോ ആംഗിൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് തരും. അതനുസരിച്ച് ഫോട്ടോ എടുക്കാൻ പറയും. നല്ല രീതിക്ക് അപ്പോൾ ഫോട്ടോസ് കിട്ടുകയും ചെയ്യും. നമുക്ക് നല്ല ഫോട്ടോസൊക്കെ വേണമെങ്കിൽ ഇക്കാട്ടെ പറഞ്ഞ് നല്ലതുപോലെ എടുത്തു തരും. പിന്നെ ക്രിയേറ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞാലും അത് നന്നായിട്ട് ചെയ്തു തരുകയും ചെയ്യും. ഓരോന്ന് ചെയ്ത്
ചെന്നിട്ട് ഞാൻ തന്നെ ചോദിക്കാറുണ്ട്, ഇക്ക ഇതെങ്ങനെയാണ് ചെയ്തത് എനിക്കും കൂടെ പറഞ്ഞു തരും. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇക്ക ചെയ്യാറുണ്ട് എല്ലാ കാര്യവും. പിന്നെ ലുലുവിൽ വന്നാൽ നമ്മൾ എപ്പോഴും ലുലു കണക്റ്റിൽ പോവാറുണ്ട്. ഇപ്പോൾ എൻ്റെ അനിയത്തിയുടെ കയ്യിൽ ഹയറേയും കൊടുത്ത് ഇക്ക ഹാനിയും കൊണ്ട് ഞാൻ അത് ഫ്രീ ആയിട്ട് നടക്കുമ്പോൾ എന്ത് സുഖമാണെന്നല്ലേ. ഹാനി മാത്രം ഉണ്ടായിരുന്ന ടൈമിൽ ഞാൻ എപ്പോഴും ഹാനി എടുത്തുകൊണ്ട് നടക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും കൂടെ ആയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ മടി കൂടിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടുപേരെ ഏൽപ്പിച്ചിട്ട് ഞാൻ അത് ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ലുലു കണക്റ്റിൽ കയറിയപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ വീഡിയോ അലൗഡ് അല്ല എന്നാണ്. നമ്മൾ അവിടെ നിന്ന് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ അടുത്ത് പോകുന്നത് ഹാനിയുടെ ഇഷ്ടപ്പെട്ട സ്പേസിലേക്കാണ്. അവൾ അത് കണ്ടപ്പോൾ തന്നെ നല്ല ബഹളം തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഫഞ്ചൂറയിലേക്കാണ്. ദൂരെ നിന്ന് ലൈറ്റ് കാണുമ്പോഴേ അവൾക്കറിയാം അവിടെ പോകുന്നെന്ന്. അങ്ങനെ താ വിളിക്ക് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ. എപ്പോൾ വന്നാലും നമ്മൾ ഹാനിയെ കൊണ്ട് അകത്ത് കയറാറുണ്ട്. പക്ഷേ ഇതുവരെ കാർഡൊന്നും എടുത്തിട്ടില്ല. ഇക്ക പറയും എടുക്കാമെന്ന്. ഞാൻ പറയും ഹാനിക്ക് ഒരു 3 വയസ്സാകുമ്പോൾ നമുക്ക് എടുക്കാം, എന്നാലേ അവൾക്ക് എല്ലാത്തിലും കയറാനും കളിക്കാനൊക്കെ പറ്റുള്ളൂ. ഈ ഒരു സാധനം ഞാൻ എപ്പോൾ വന്നാലും നോട്ട് ചെയ്യാറുണ്ട്. ഇത് കാർഡ് എടുക്കുന്ന സമയത്ത് അവളെ കയറ്റി കളിപ്പിക്കണം. ഇവിടെ വന്നാൽ പിന്നെ ഹാനിയെ കയ്യിലൊന്നും ഇരിക്കൂല. ഇതുപോലെ താഴെ ഇറങ്ങി അവളേനെ നടന്ന് നമ്മളെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കോളും. ഹാനിയുടെ ഏജിനും കളിക്കാനുള്ള കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ ഒരു 3 വയസ്സൊക്കെ ആയാലും അവൾക്ക് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ ഇക്കത ഇതിൽ കൊണ്ടിരുത്തിയപ്പോൾ നന്നായിട്ട് ഇതാ സ്റ്റിയറിംഗ് എടുക്കുന്നുണ്ട്. വാപ്പാരുടെ കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് പിടിക്കാനൊക്കെ അവൾക്ക് നല്ലോണം അറിയാം. നമ്മൾ മുന്നേ വന്നേക്കാളും ഇവിടെ കുറേ പ്ലേ ഗെയിംസൊക്കെ കൂടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ കണ്ടിട്ടില്ലാത്ത പലതും ഞാൻ ഇന്ന് കണ്ടു. ഹാനിത ഓരോന്നിലായിട്ട് നോക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ അവൾക്ക് ഇതിൻ്റെ പുറത്ത് കയറുന്നതായി. പിന്നെ ഇക്ക എങ്ങനെയൊക്കെയോ പറഞ്ഞ് പുറത്ത് ഇറക്കിയിട്ടുണ്ട്. അവളിങ്ങനെ നോക്കി നോക്കി നിൽപ്പുണ്ട്. ലൈറ്റൊക്കെ കാണുമ്പോൾ അവൾക്ക് ഇതൊരു വൈബാണ്. അങ്ങനെ അതും നോക്കി ഓരോ സാധനങ്ങളിലേക്ക് അവളിങ്ങനെ തൊട്ട് നോക്കി പോവേ ലൈറ്റിലൊക്കെ. അങ്ങനെ ഇതാ പോകുന്നതാണ്. ഹാനിത നോക്കി നിൽപ്പുണ്ട് അവിടെയൊക്കെ നടക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി. ലൈറ്റൊക്കെ മാറിപ്പോകുന്നത് അവൾ പ്രത്യേകിച്ച് നോക്കുന്നത്. പിന്നെ അവിടെ ഒരു ഗണ്ണുണ്ടായിരുന്നു. ആ ഗണ്ണെടുത്ത് വെച്ച് ഇക്ക ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ ചുമ്മാ നോക്കുന്നുണ്ട്. ഹാനിയാണെങ്കിൽ അതൊന്നും അറിയാതെ എന്താണെന്ന് അന്തം വിട്ട് നോക്കി നിൽപ്പുണ്ട്. കുറേ ഗെയിം ഇവിടെ പുതുതായിട്ട് വന്നതാണ്. ഇതൊക്കെ പുതുതായിട്ട് ലോഞ്ച് ചെയ്തതാണെന്നാണ് തോന്നുന്നത്. ഷൂട്ട് ചെയ്യാനൊരു ഗണ്ണൊക്കെ വെച്ച് നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ തന്നെ. ഹാനി എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്. അവളുടെ മുഖത്ത് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവളുടെ എക്സ്പ്രഷൻ കാണുമ്പം. പിന്നെ കുറച്ച് നേരം നിന്നതിന് ശേഷം നമ്മളിതാ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഹാനിക്ക് അവിടെ നിന്ന് വരുന്നതേ ഇഷ്ടമില്ലായിരുന്നു. പിന്നെ എന്തൊക്കെയോ പറഞ്ഞാണ് നമ്മളിതാ പുറത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഹാനി തിരിഞ്ഞു നോക്കി വരുന്നുണ്ട്. നമ്മളെവിടെയാണ്, വീണ്ടും അവിടെ പോകുന്നുണ്ടോ എന്ന് അറിയാനാണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു സെലിബ്രിറ്റിയെ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കടുവ ഫിലിമിലും പിന്നെ 12th May ഫിലിമിലൊക്കെ റീസെൻ്റ് ആയിട്ടുണ്ടായിരുന്ന പ്രിയങ്ക എന്ന് പറഞ്ഞൊരു ആക്ട്രസ്സാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടൊരു സെലിബ്രിറ്റിയുടെ കൂടെ നിന്ന് പിക്ക് എടുക്കുന്നത്. അതിലെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റി. പിന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലുള്ള സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറിയായിരുന്നേ. വേറൊന്നിനുമല്ല, ഇപ്പോൾ കോക്കനട്ട് ഓയിലൊക്കെ എന്താ റേറ്റാണല്ലേ. ഇവിടെയൊക്കെ 450-500 രൂപ വരെ ഉണ്ട്. അപ്പോൾ ലുലുവിൽ എങ്ങനെയാണ് റേറ്റ് എന്ന് നോക്കാനാണ് കയറിയത്. അപ്പോൾ ഇത് 369 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയത്. ആദ്യമൊക്കെ ലുലു തുടങ്ങിയ സമയത്ത് നമ്മൾ വന്ന് വാങ്ങുമ്പോൾ എണ്ണയ്ക്ക് 156 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്തുമാത്രം റേറ്റാണ് കൂടിയിരിക്കുന്നതല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇക്ക ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ചോദിക്കുന്നുണ്ടായിരുന്നു കാറ് നമ്മൾ എവിടെയാണ് പാർക്ക് ചെയ്തതെന്ന്. ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. C7-ലാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് കയറിയിട്ടുണ്ട്. ഹാനി ആദ്യമേ വന്ന് ഇക്കാരം മടിയിൽ സ്റ്റിയറിങ്ങും പിടിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. അവൾക്ക് നന്നായിട്ട് സ്റ്റിയറിങ് പിടിക്കാനും അറിയാം. വാപ്പ ചെയ്യുന്നതെല്ലാം അവൾ നോക്കി നിൽക്കാറുണ്ട്. പിന്നെ ഇതാ ലുലുവിന് ടാറ്റിയൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അവൾക്ക് വലിയ സന്തോഷമായി. കുറേ ദിവസമായിട്ട് ലുലു എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ പുറത്തിറങ്ങിയാൽ പിന്നെ നമ്മൾ ഫുഡ് അടിക്കാതിരിക്കൂലല്ലോ. ലുലുവിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. കാരണം ഹാനി ഹാരെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രൈവസി സ്പേസ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തിറങ്ങിയ ഒരു ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ലുലുവിൻ്റെ തന്നെ അടുത്തുള്ള ഒരു ഹോമീസ് റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത്. ഇതിന് മുമ്പ് 2-3 തവണ ഞാനും ഇക്കായും വന്നിട്ടുണ്ടായിരുന്നു. നല്ല സർവീസൊക്കെയാണ്. പുറത്തൊരു ടീ ഷോപ്പും ജ്യൂസ് കൗണ്ടറൊക്കെ ഉണ്ട്. അകത്താണ് ഫുഡ് ഐറ്റംസ് ഒക്കെ വരുന്നത്. അങ്ങനെ നമ്മളിത് അകത്ത് കയറി. ഇവിടെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു നെഗറ്റീവ് തോന്നിയത് ഇവിടുത്തെ ലൈറ്റാണ്. നല്ല ഡിം ലൈറ്റാണ് ഇട്ടിരിക്കുന്നത്. നമുക്കൊരു ഫോട്ടോസൊന്നും നല്ലതായിട്ട് എടുക്കാനോ ഒന്നും പറ്റാത്ത രീതിയിലുള്ള ലൈറ്റാണ്. അതുകൊണ്ട് തന്നെ അതെനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയപ്പോൾ ഇക്ക പറഞ്ഞ് വാഷ് ചെയ്തിട്ടിരിക്കുകയാണ്. അങ്ങനെ എന്നെ കളിയാക്കി എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. മുമ്പ് ഇവിടെ വരുമ്പോൾ ഈ ഒരു ഗ്ലാസ് കണ്ടാൽ നമ്മൾ എപ്പോഴും ഫോട്ടോ എടുക്കാറുണ്ടായിരുന്നു. ഇപ്പം പിന്നെ ഒന്നിനും ടൈമും ഇല്ല, നമുക്കതിനുള്ള സാഹചര്യവും ഇല്ല. ഹാനിയെ നമുക്ക് ആദ്യം ബേബി സീറ്റിൽ ഇരുത്താമെന്ന് വിചാരിച്ച് അങ്ങനെ അതാ ഇരുത്തിയിട്ടുണ്ട്. എന്നിട്ട് അവൾക്ക് തന്നെ മെനു എടുത്ത് കൊടുത്തിട്ട് ഓർഡർ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്കത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളിതായിരുന്നു ഓർഡർ ചെയ്യാനായിട്ട് എല്ലാ സാധനങ്ങളും നോക്കുന്നുണ്ട്. അവൾക്ക് ഒരേ ഒരു സാധനം മാത്രമേ അതിലറിയാവൂ, ചിക്കൻ. അതുകൊണ്ട് തന്നെ ചിക്കൻ്റെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ചിക്കൻ എന്ന് മാത്രമേ അവൾക്ക് പറയാൻ അറിയാവൂ. അങ്ങനെ ഞാൻ അവിടെ വന്ന് ഇരുന്നപ്പോൾ തന്നെ ഹൈറമോൾ ഉണർന്നിട്ടുണ്ടായിരുന്നു. എവിടെയെങ്കിലും
ഇരുന്ന് അവൾ ഉണരും. അങ്ങനെ എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി സംസാരിക്കുന്നതാണ്. ലൈറ്റൊക്കെ കണ്ടപ്പോൾ അവൾക്ക് ഈ ലൈറ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൾ ലൈറ്റൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നുണ്ട്. ഈ മോളും കൂടെ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അതിനെ പിന്നെ അവിടെ കൊണ്ടുവച്ച ഗ്ലാസ്സും വെള്ളമൊക്കെ നോക്കിയാണ് അവളെ ലക്ഷ്യം. അതെങ്ങനെ മറിച്ചിടാം, അതിലെങ്ങനെ കളിക്കാം എന്നൊക്കെയാണ് അവൾ ആലോചിക്കുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ അത് ഹൈറമോൾ കരഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ താൻ കൊണ്ട് നടക്കാൻ തുടങ്ങി. ഒരുപാട് നേരം അവളെയും കൊണ്ടിരുന്നാൽ ശരിയാവില്ല എന്നറിയാം. അതിലേക്ക് നമ്മളൊന്ന് സീറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ബീഫ് ഡ്രാഗൺ ഫ്രൈ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു ഇത് കഴിക്കാനായിട്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നണില്ലേ കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ പൊറോട്ടയും അഫ്ഗാനി ചിക്കനും ആണ് ഓർഡർ ചെയ്തത്. ഡ്രാഗൺ ബീഫ് നമ്മൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന്. അഫ്ഗാനി ചിക്കൻ ഞാനും ഇക്കായും വന്ന് കഴിച്ചിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റാണ്. അന്ന് വാങ്ങിയപ്പോൾ എനിക്ക് നല്ല ക്വാണ്ടിറ്റി കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇത് തിരിച്ചു പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇക്കായെ നോക്കിയപ്പോൾ കണ്ടില്ല, ഇക്ക ബില്ല് പേ ചെയ്യാനായിട്ട് പോയതാണ്. ഹൈറമോൾ നല്ല കരച്ചിലായിരുന്നു. അതുകൊണ്ടാണ് ഇക്ക നമ്മളൊന്ന് പുറത്തിറക്കിയതിന് ശേഷം ഇക്ക ബില്ല് പേ ചെയ്യാനായിട്ട് പോയത്. ബില്ല് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൻ്റെ നെയിം ഒന്ന് മെൻഷൻ ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ അവിടെ റെസിപ്റ്റിൽ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിതാ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇപ്പം തന്നെ ഇതാ നല്ല ലേറ്റായിട്ടുണ്ട്. നമ്മൾ ഹോട്ടലിൽ കയറിയപ്പോൾ രാവിലെ ഇരുന്ന്, പക്ഷേ ഇറങ്ങിയപ്പോൾ രാത്രിയായേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.